ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോൺ വെജ് ആണ് ചെയ്യാൻ പോകുന്നത്, പക്ഷെ എന്നാലും മീനിൻ്റെ ആണ്. വെരി സിമ്പിൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ചിക്കൻ പെരട്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫിഷ് പെരട്ട് ഒത്തിരി റെയറാണ് കഴിക്കുന്നത്, പക്ഷെ എന്നാലും അത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു ഇച്ചിരി പുളിശ്ശേരിയോ അല്ലെങ്കിൽ കാച്ചിമോരോ ഒരു തോരനോ ചിക്കൻ പെരട്ടോ അല്ലെങ്കിൽ ഫിഷ് പെരട്ടോ ഉണ്ടെങ്കിലല്ലേ ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് എരിവും പുളിയൊക്കെ നമ്മുടെ ഏറ്റക്കുറച്ചിൽ പോലെയാണ് ഇരിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് അല്ലേ നമുക്ക് ആവശ്യം. പല റെസിപ്പീസ് പല വേർഷൻസ് ഉണ്ട്. ഇത് പക്ഷേ നമ്മുടെ വേർഷൻ, അതായത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മച്ചിയുടെ ഒരു വേർഷനാണ്. അത് അടുപ്പിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ആ ചട്ടിക്കകത്തോട്ട് ഇരിച്ചിട്ട് ചോറിട്ട് ചുണ്ടാൻ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. പക്ഷെ അത്രയും കഴിവൊന്നും ദൈവം തമ്പുരാൻ നമുക്ക് പകർന്ന് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഏത് റെസിപ്പി നമ്മൾ ചെയ്യുമ്പോഴും എല്ലാം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നാവുന്ന, അല്ലാതെ നമ്മുടെ മിടുക്കാന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുകയില്ല. പക്ഷേ ഇതൊക്കെ നന്നാവണമെങ്കിലും തമ്പുരാൻ തന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നാലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്നൊക്കെ നോക്കിക്കോളൂ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയാണ്, പിന്നെ വേണ്ടിയത് കുറച്ച് കടുക്, ഉലുവ, പിന്നെ വേണ്ടിയത് കുറച്ച് സവാള. അതായത് ചിക്കൻ പെരട്ട് പോലെ തന്നെ ഫിഷ് പെരട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് ഗ്രേവി വരാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ്. ഒരുപാട് സവാള ചേർക്കരുത്, മധുരിച്ചു. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കുറച്ച് പുളിവെള്ളമാണ്. അതായത് ഞാൻ കുടംപുളിയായിട്ട് വെച്ചിരിക്കുന്നത്, അതല്ല വാളംപുളിയാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങാപ്പാൽ. ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് നെയ്മീനാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദശകട്ടിയുള്ള മീൻ എടുക്കാം. അതല്ല സാധാ മീനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈവൻ നത്തോലിയിലാന്നേ പോലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ മറ്റ് മീനുകളിലെ വെച്ച് നോക്കുമ്പോൾ, അതായത് ദശകട്ടിയുള്ള മീൻ വെച്ച് നോക്കുമ്പോഴും നത്തോലി ചെയ്യുമ്പോഴും ഒരു വ്യത്യാസമല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ രുചിക്ക് വ്യത്യാസം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇതേത് മീൻ വെച്ചാണേലും നമുക്കിത് ചെയ്യാൻ നോക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. നമ്മൾ പുളിവെള്ളം ഓൾറെഡി ചേർക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി തക്കാളി ഇടുക. അത് പുളിക്ക് വേണ്ടിയല്ല, പക്ഷെ അതിനകത്തൊരു റെഡ് കളർ വരികയല്ലേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ വേണ്ടിയത് നിറച്ച് കറിവേപ്പില. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇനി വേണ്ടിയ ഒരു ഇച്ചിരി ഉപ്പ്. ഇതിനകത്തോട്ട് നമ്മളിത് ഈ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇടുക. ഇത് കുറച്ചു നേരം പുരട്ടി വെച്ചാൽ ഇച്ചിരി കൂടി നല്ലതാ. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും, പക്ഷേ ഇത്രയും ഗ്രേവി ഇതിനകത്ത് പിടിക്കാനുള്ളത് കൊണ്ടും പേടിക്കണ്ട. മീനിനകത്തെല്ലാം മസാലയും ചേർക്കാൻ വലിയ പ്രയാസമില്ല കറിയായിട്ട് വെക്കുവാണെങ്കിൽ. ഇതിപ്പം പൊള്ളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മീൻ വറുത്തെടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മീനിനകത്തോട്ട് കുറച്ച് നേരം മസാല ഇരിക്കുന്ന നല്ലത്. ഓക്കെ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മീനൊന്ന് വറുത്ത് കോരണം. ഒരുപാട് ഡീപ് ഫ്രൈ അല്ല, പക്ഷെ എന്നാൽ ഒരു ഇച്ചിരി ഷാലോ ഫ്രൈയും അല്ല, എന്നാൽ ഇച്ചിരി മൊയ്യവും വേണം. കാര്യം എന്നാ വെച്ചാൽ പെരട്ടാണ്. ഇത് വറക്കും തോറുവാന്നു ഈ പറഞ്ഞ പോലെ മീന് പൊടിയാതെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ അല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വറുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക്. അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ പച്ച മീൻ ആ മസാല തന്നെ ഇട്ട് ഒന്ന് പെരട്ടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് കെയർഫുൾ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നാടൻ വിഭവങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ഇനി അതല്ല റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെയ്യാം.
നമ്മൾ മീനെല്ലാം വറുത്തെടുത്തു. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് വേണ്ട കുറച്ച് മല്ലി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുക്, പിന്നെ ഒരു 2-3 ഉലുവ ഒരുപാട് ഇടണ്ട, ഒരു പിഞ്ചിട്ടാൽ മതി. ഇതൊന്ന് നല്ലതായിട്ട് പൊട്ടിക്കഴിഞ്ഞേച്ച്, അതായത് മല്ലി ഒന്ന് പൊട്ടണേ. ഞാൻ ഈ സവാള ഇതിനകത്തോട്ട് ഇടുക. ഇനി ഇതിനകത്ത് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ് ഇടാനെങ്കിൽ അത് ഇടാവേ. അങ്ങനെ തേങ്ങാക്കൊത്ത് ചേർക്കുവാണെങ്കിൽ കുറച്ച് പെരിഞ്ജീരക പൊടിയും കൂടെ ചേർത്താൽ മതി. അപ്പൊ നല്ല ടേസ്റ്റ്. ഇതിന് കൂടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചിടുകയോ അരിഞ്ഞിടുകയോ ഏത് വേണേലും ചെയ്യാം. അത് മസ്റ്റ് അല്ല, ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ മാത്രം. ഒരുപാടൊന്നും ഇടുകയല്ല, ഒരു ശകലം, ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുള്ളൂ, മതി. ഇതും കൂടെ ഇതിനകത്ത് കിടന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ വെളിച്ചെണ്ണയിൽ മൂക്കുമ്പോൾ ഉണ്ടാവുന്ന മണത്തിൽ കറിവേപ്പിലേക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അതിനെ ഇട്ടില്ലെങ്കിൽ കുറച്ച് അത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എപ്പോഴും ചതച്ച് ചേർക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന എന്നാ ചെയ്യാൻ നോക്കും, ധൃതിക്കൊക്കെ പെട്ടെന്ന് മേടിച്ച് വെച്ചേക്കുന്ന അത്യാവശ്യ കാര്യങ്ങൾക്കും ധൃതി പിടിച്ച് വെളിയിൽ പോവാന്നെങ്കിലൊക്കെ വേഗം ചെയ്ത് വെച്ചേച്ച് പോകാനുള്ള എളുപ്പത്തിനാ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചോ അല്ലെങ്കിൽ അരച്ചോ അരിഞ്ഞോ എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രത്യേകം ബോക്സിൽ നമ്മൾ ഇട്ട് വെക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതായത് സമയം കിട്ടുന്ന ഏതെങ്കിലും ഒരു ദിവസം മതി. ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നും പറഞ്ഞാൽ ഇതിനെ ഒരിക്കലും കുറ്റം പറയുകയല്ല. കാര്യം ആവശ്യ സമയത്ത് നമുക്ക് ഉപകരിക്കുന്ന, അതിനൊന്നും കുറ്റം പറയാൻ പാടില്ലല്ലോ. പെരട്ടായതുകൊണ്ടുണ്ടല്ലോ സവാള നമുക്ക് കൂടുതൽ വേണമെങ്കിൽ, അതായത് ആ ഒരു ഗ്രേവി കുറച്ച് പൊതിഞ്ഞൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സവാള കുറച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഇതിപ്പോൾ ഞാൻ ഒത്തിരി പെരട്ടങ്ങ് എടുക്കുന്നില്ല. ഗ്രേവിയോട് പെരട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ കാണുകയില്ല, എല്ലാം അരപ്പ് തന്നെയായിരിക്കും. ഇപ്പൊ നമ്മുടെ സവാള ഇച്ചിരി മൂത്തു. ഇനി ഇതിനകത്തോട്ട് തീ നല്ലോണം കുറച്ച് വെച്ച് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാവേ. അതായത് നമ്മൾ മീനിനകത്ത് ചേർത്ത അതേ പൊടികൾ അതെല്ലാം ചേർത്തോണ്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കാം. കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇടുന്നോണ്ട് തെറ്റില്ല, ഇടാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ച്, അതല്ല കുറച്ച് പച്ചമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചേർത്ത പൊടിയെല്ലാം ഒന്ന് ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പുളിയായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അതല്ല പുളി കുതിർത്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ആദ്യം ഒഴിക്കുക. എന്നിട്ട് ഒരു കഷ്ണം പുളി, അപ്പം ഞാൻ ആദ്യം അതിൻ്റെ വെള്ളം ഒഴിക്കുവാണേ. കാര്യം എന്താന്ന് വെച്ചാലേ ഒത്തിരി പുളി അങ്ങോട്ട് ചേർക്കണ്ട. പുളിയുടെ വെള്ളമാകുമ്പോൾ അതിനകത്ത് പുളി കാണും നല്ലോണം. അപ്പം ഇച്ചിരി മതി. ഇപ്പോഴത്തെ ഒഴിച്ചപ്പോൾ തന്നെ നല്ല മണമുണ്ട് ആ പുളിയുടെ. അതുകൊണ്ട് കഷ്ണം ഞാൻ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ആ ചേർത്ത എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നോട്ടെ. ഇതുവരെ ഞാൻ ഉപ്പിട്ടില്ല, മീനിനകത്ത് മാത്രമേ ഇട്ടുള്ളൂ. അപ്പം എന്നാന്ന് വെച്ചാൽ ഈ അരപ്പിന് വേണ്ടിയ ഉപ്പ് ഒരു ഇച്ചിരി ചേർക്കുക. പിന്നെ നമ്മുടെ എണ്ണ എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാല്, എനിക്ക് എന്തായാലും മുഴുവൻ തേങ്ങാപ്പാലും വേണം. ഒരു ഇച്ചിരി ചേർത്തന്നേ ഉള്ളൂ. കാര്യം വെള്ളം ഒഴിക്കുന്നതിനേക്കാട്ടിലും സ്വാദ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അരപ്പൊക്കെ ഒന്ന് വേവിച്ച് തേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴല്ലേ അതിൻ്റെ സ്വാദ് വേറെയാ. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ നമുക്ക് പ്രയാസം വന്നേലും പേടിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല.
നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ടെന്നല്ല വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീന് ഇതിനകത്തോട്ട് ചേർക്കാൻ പോകും. ഇതിനകത്തോട്ട് ഞാൻ ബാക്കി തേങ്ങാപ്പാൽ, ഇതിനകത്ത് കുറച്ച് കുരുമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. കുരുമുളകല്ല, ഇവിടെ പൊടിയുണ്ട്. പൊടി വേണമെങ്കിൽ കുറച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഇതൊക്കെ ആ മീനയിൽ നമ്മൾ ചേർത്ത അരപ്പ്, പൊടി, തേങ്ങാപ്പാല്, പുളി, ഉപ്പ് ഇതെല്ലാം പിടിച്ചതിന് ശേഷമേ ചേർക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നറിയോ, ഏറ്റക്കുറച്ചിൽ പെട്ടെന്ന് അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഇച്ചിരിയും കട്ടി തേങ്ങാപ്പാലാണ് എടുത്തേ. അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം വേണം. ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടി ഇടുവാണേ. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റും എനിക്ക് ആ അരപ്പിൻ്റെ മണം വന്നപ്പം ഒരു ഇച്ചിരി കുരുമുളക് പൊടിയുടെ ഒരു കുറവ് തോന്നുന്നുണ്ട്. ഞാനൊരു കുറച്ച് ഇടുവാന്നേ. ഇനി ആ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞ് നമ്മുടെ മീൻ പെരളൻ കുറച്ച് സൗന്ദര്യം വയ്ക്കാൻ വേണ്ടി കുറച്ച് തക്കാളി, പുളി ഉണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട് വാളംപുളിയുടെ വെള്ളം. നോക്കിയേച്ചു വേണം തക്കാളിയൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ പുളിയുടെ വെള്ളത്തിന് ഞാൻ ഒഴിച്ചപ്പോഴേ ഞാൻ പറയില്ലേ നല്ല മണമുണ്ടെന്ന്. അന്നേരം അഥവാ അങ്ങനെ ഒത്തിരി പുളി ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെറിയ ഫ്ലെയിമേൽ വെച്ച് കുറച്ച് നേരം അരപ്പെല്ലാം ഒന്ന് മീനെ പിടിക്കണ്ടായോ. ഈ സമയത്ത് ഉപ്പ് എരിവും പുളിയും എല്ലാം ഒന്ന് നോക്കി വെച്ച് നമ്മൾ പുളി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് ചേർത്താൽ മതി. അപ്പം മീനിലെല്ലാം പിടിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒത്തിരിയും വെള്ളം എടുത്ത് ഒഴിച്ച് മീൻകറി പോലെ ആക്കരുത്. ഇത് പെരട്ടാണ്, അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തൊരു കട്ടി ഗ്രേവി ആക്കാം, അത് ചെയ്യാം. പക്ഷേ മീനിൻ്റെ ഗ്രേവി ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ അരപ്പൂടെ കൂട്ടി ആക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പെരളൻ വേറെ, മീൻ കറി വേറെ അല്ലേ, രണ്ടും രണ്ടല്ലേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ ഇതിന് കുറച്ച് സമയം കൊടുത്തില്ലെങ്കിൽ ഇറച്ചിയും മീനിനും ഒക്കെ ഉണ്ടല്ലോ ഇച്ചിരി സമയം വേണം അതിൻ്റേതായ ഉപ്പ്, പുളി, എരിവ് എല്ലാം പിടിക്കാനായിട്ട്. അതേപോലെ ഒരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ പൂർണ്ണതയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റും കിട്ടുകയില്ല. Ali's Kitchen. Let's cook with love.